CPIM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിനും കള്ളപ്പണ ഇടപാടുകൾക്കും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് വിവിധ സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി തവണ ക്യാമ്പയിനും സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കർശനമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി പൊതുവെ കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ പാർട്ടിക്കെതിരായി കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് ഇവർ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രചാരവേല ഒട്ടും അഭികാമ്യമായ ഒന്നല്ല. 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കള്ളപ്പണം ഒഴുക്കിയത് BJP ആണെന്ന് കേരളത്തിൽ കൊടകരയിലെ സംഭവം തെളിയിച്ചതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് 1054 കോടി രൂപ പണമായും 1000 കോടി രൂപയുടെ സാധനങ്ങളായും അനധികൃതമായി കടത്തുന്ന സമയത്ത് പിടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും CPIMനെ പറ്റി ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെയും കള്ളപ്പണ ഇടപാടിനെയും കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രവർത്തനത്തെയും എതിർക്കുകയാണ് വേണ്ടത്. CPIM ശക്തമായ തോതിൽ ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നു മാത്രമല്ല, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIMൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. ചില കൊട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെപ്പോലെ, CPIMൻ്റെ സൈബർ പോരാളികളെപ്പോലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി CPIM ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ഇതൊക്കെ ചില കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിരുന്നു. ചിലർ പ്രചരണത്തിൽ നവമാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. ചിലർ പാവപ്പെട്ടവരുടേത് എന്ന് കണക്കാക്കുന്ന ചിലരുടെ വിവാഹത്തിന് സഹായം നൽകി വന്നു. ചിലർക്ക് വേണ്ട സാമ്പത്തിക സഹായവുമായിട്ട് രംഗത്ത് വന്നു. ഇതൊക്കെ അവർ നടത്തുന്നത് സമൂഹത്തിൽ മാന്യത കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അവർ നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കാനാണെന്നും വ്യക്തമായി സൂചിപ്പിച്ച പാർട്ടിയാണ് CPIM. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമ മേഖലയിൽ CPIMൻ്റെ ശരിയായ പ്രചരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു നിലപാട് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സോ BJPയോ സ്വീകരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനാണ് ചില മാധ്യമങ്ങൾ വീണ്ടും CPIMനെ കൊട്ടേഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്താൻ നോക്കുന്നത്? ഇനി മനു തോമസിൻ്റെ കാര്യം എടുക്കാം. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല. 2024 മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല.
പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 7 പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പാർട്ടി അംഗത്വ പരിശോധന വർഷം തോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ്, ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ്. അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക. ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ്. ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ്. ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത്. ചിലർ പറഞ്ഞു പാർട്ടി വിട്ടു, ചിലർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ചിലർ പറഞ്ഞു പാർട്ടി നടപടിയെടുത്തു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ സഖാവ് ഉള്ളത്, ആ ഘടകത്തിൻ്റെ മുമ്പാകെ വർഷം തോറും ആ പ്രക്രിയ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു ഫോറമുണ്ട് പൂരിപ്പിച്ച് ലവ്യസംഖ്യ അടക്കം അടച്ച് ഈ പുതുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കണം. ഈ കാര്യം മനു തോമസ് ചെയ്തിട്ടില്ല. അത് മനു തോമസിനെ ചില മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അക്കാര്യം അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയതല്ല, ഒഴിവായതാണ്. ഇതാണ് സത്യം. ഇനി ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഖാവിനെ പാർട്ടി ബോധപൂർവം തഴയുകയോ തള്ളിക്കളയുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാനാവില്ല. ഇതാണ് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പറയാനുള്ളത്. വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്.